ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തേതൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. തേങ്ങ അരച്ച് ചെയ്തെടുക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇത് ചോറിനൊപ്പവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഗ്രേവിയാണ്. ഇത് തിക്കായിട്ടും ചെയ്തെടുക്കാം, ലൂസായിട്ടും ചെയ്തെടുക്കാം. ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്, 2 പച്ചമുളക്, ചെറിയൊരു തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക് ചതച്ചത്. ഇതിനായിട്ട് ഒരു കടായി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണയായാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ചതച്ച് വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതും ഒന്നിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് നിറം മാറി വന്നതിന് ശേഷം അതിലോട്ട് സവാളയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ച മസാല ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു പീസ് പട്ടയും കൂടി ഇട്ട് ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് കുറച്ചും കൂടി തക്കാളി വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരാനായിട്ട് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് ഒന്ന് വഴറ്റി കൊടുക്കാം. മാറിയതിന് ശേഷം അതിലോട്ട് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ തലേ ദിവസം കുതിർത്ത് രാവിലെ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലൂസായിട്ട് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പും കൂടി ആവശ്യത്തിന് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇനി മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്ലേവറാണ്. തേങ്ങ അരച്ച് വയ്ക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ്. ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഓൾ.